നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപാസ് റോഡ്, ചെമ്മാട്. വള്ളിക്കുന്ന് മണ്ഡലത്തിലെ മഞ്ഞപ്പിത്ത വ്യാപനത്തിൽ പ്രതിരോധം ഊർജിതമാക്കുവാൻ തീരുമാനം. ഇന്നലെ വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ പി അബ്ദുൽ ഹമീദ് MLA വിളിച്ചു ചേർത്ത വിവിധ വകുപ്പുകളുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം. മണ്ഡലത്തിൽ പ്രതിരോധ പ്രവർത്തനം ഏകോപനം നടത്തുന്നതിന് സ്വതന്ത്ര ചുമതലയുള്ള നോഡൽ ഓഫീസറെ നിയമിക്കുവാനും പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് രോഗമേഖലയ്ക്കായി വൈകുന്നേരം വരെ ലാബ് പ്രവർത്തനം നടത്താനും തീരുമാനിച്ചു. ലാബിലേക്ക് ആവശ്യമായ സ്റ്റാഫിനെ താൽക്കാലികമായി അനുവദിക്കുവാനും ജില്ലാ മെഡിക്കൽ ഓഫീസറോട് MLA നിർദ്ദേശിച്ചു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ പ്രദേശങ്ങളിൽ സ്വീകരിച്ചിരുന്ന പ്രതിരോധ അവബോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ആക്ഷൻ പ്ലാനും രൂപീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. മഞ്ഞപ്പിത്തം നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യവകുപ്പ് റിപ്പോർട്ടിൽ പറഞ്ഞു. എന്നാൽ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് മണ്ഡലത്തിൽ വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിന് പുറമെ ചേലേബ്ര, മൂന്നിയൂർ, തേഞ്ഞിപ്പാലം, പള്ളിക്കൽ പഞ്ചായത്തുകളിലും മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തതോടെയാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R. രേണുകയുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെയും ആയുർവേദ മെഡിക്കൽ ഓഫീസർമാർ, ഹോമിയോ മെഡിക്കൽ ഓഫീസർമാർ, യുനാനി മെഡിക്കൽ ഓഫീസർമാർ, കൊണ്ടോട്ടി, പരപ്പനങ്ങാടി, വേങ്ങര ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരുടെയും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പോലീസ് വിഭാഗം, സ്കൂൾ മേധാവികൾ, CDPO, ICDS ഓഫീസർമാർ, അംഗനവാടി ടീച്ചർമാർ, കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ, ജലനിധി പ്രോഗ്രാം ഓഫീസർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തി യോഗം സംഘടിപ്പിച്ചത്. പ്രധാനമായും മലിനമായ വെള്ളത്തിലൂടെ പകരുന്ന രോഗമായതിനാൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂവെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു. ചേളാരിയിലെ സ്വകാര്യ ഓഡിറ്റോറിയത്തിൽ വിവാഹത്തിൽ പങ്കെടുത്തവർക്കാണ് മഞ്ഞപ്പിത്തം കാണപ്പെട്ടത്. ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം വളരെയേറെ ശ്രദ്ധിക്കണം. മലിനമായ ജലസ്രോതസ്സുകളിലൂടെയും മലിനമായ വെള്ളം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഭക്ഷണം, ഐസ്, ശീതളപാനീയങ്ങൾ എന്നിവയിലൂടെയും മലിനജലം ഉപയോഗിച്ച് പാത്രം കഴുകുക, കൈ കഴുകുക തുടങ്ങിയവയിലൂടെയും സെപ്റ്റിക് ടാങ്കുകളിലെ ചോർച്ച മുഖേന കിണറുകളിലെ വെള്ളം മലിനമാകുന്നതിലൂടെയും ഹെപ്പറ്റൈറ്റിസ് A ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മറ്റു അനുബന്ധ രോഗങ്ങൾ ഉള്ളവർക്ക് ഹെപ്പറ്റൈറ്റിസ് A ബാധിച്ചാൽ ഗുരുതരമാകാൻ സാധ്യത ഉള്ളതിനാൽ വളരെ ശ്രദ്ധിക്കണമെന്നും എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടണമെന്നും MLA അഭ്യർത്ഥിച്ചു. വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. ശൈലജ ടീച്ചറുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു ഷോർട്ടേജ് എല്ലായിടത്തുള്ള വിഷയമാണ്. ഞാനിപ്പോൾ DMOനെ കുറ്റപ്പെടുത്തുന്നത്. പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ ഈ വിഷയങ്ങളിലൊക്കെ തന്നെ വളരെ അടിയന്തരമായിട്ട് ഇടപെടലുകൾ ആവശ്യമാണ്. പറഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു പ്രത്യേക സ്ക്വാഡിനാണ് നിയമിച്ച് അവിടെ പറഞ്ഞേക്കണം വന്നപ്പോൾ അടിയന്തരമായിട്ട് ഡോക്ടർമാർ ടീമിലേക്ക് അയച്ചു. ബോധവൽക്കരണ ക്ലാസുകൾ നടക്കേണ്ട ഏർപ്പാടുകളൊന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചു. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരും വളരെ നല്ല രീതിയിൽ ഈ ദൗത്യം ഏറ്റെടുത്തു. ഇനി ഏതെങ്കിലും സംഭവിച്ചു. ഇനി ഇത് സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ആസൂത്രണം ചെയ്യേണ്ടത് എന്നുള്ളത് അവർ ഫലപ്രദമായിട്ട് ചിന്തിക്കുകയും ഡിസ്കസ് ചെയ്യുകയും അത് താഴെ തട്ടി പ്രവർത്തികമാക്കാൻ കൊണ്ടുപോകുകയും ചെയ്യുന്നുണ്ട്. എനിക്കതാണ് ഈ കാര്യത്തിൽ നിർദ്ദേശിക്കാനുള്ളത്. കാരണം നമ്മുടെ ആശുപത്രിയുടെ സൗകര്യം. അപ്പോൾ ഞാൻ ഇത് ഒഴിവാക്കോടെ പറഞ്ഞല്ലോ, ഇവിടെ ഈ പരിശോധന നമ്മൾ DMO വിളിക്കണം. ഞാൻ രാത്രിയാണ് പാതിരാക്കന്നെ ഞാൻ DMO വിളിക്കുന്നത്. അടിയന്തരമായിട്ട് ഉച്ചയ്ക്ക് ശേഷം കൂടി ലാബ് പ്രവർത്തിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം. സ്റ്റാഫ് ഇല്ലാതെ പറഞ്ഞു. സ്റ്റാഫ് ഇല്ലെങ്കിൽ ഈ ഒരു ക്രൈസിസ് തീരുന്ന സന്ദർഭമാണ്. അവിടെ പ്രത്യേകമായ അഡീഷണൽ സ്റ്റാഫ് എവിടെ ഇല്ലെന്നെങ്കിൽ ആ അഡീഷണൽ സ്റ്റാഫിനെ അവിടെ കൊണ്ടുവരണമെന്നത് നമ്മൾ ചോദിച്ചു. നമ്മൾ DMO എത്തിയൂടെ സംസാരിക്കുന്നത്. ഞാൻ ഓരോരോ വിഷയത്തിലും അതാ സമയത്ത് ഇടപെടുന്നുണ്ട്. ഈ ലാബിൽ ഇപ്പോൾ ഈ പാവപ്പെട്ട തീരദേശ പഞ്ചായത്താണ് വിളിക്കുന്നത്. നമുക്കറിയാലോ, ഇവിടുത്തെ പാവപ്പെട്ട രോഗികൾ ഒരു എക്സാമിനേഷൻ വേണ്ടി പുറത്തേക്ക് എഴുതി കഴിഞ്ഞാൽ 100,000 രൂപ ചിലവാക്കണം. അതൊന്നും ഒഴിവാക്കാൻ വേണ്ടി കണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R. രേണുക വിഷയാവതരണം നടത്തി. തേഞ്ഞിപ്പാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. വിജിത്ത, ചേലേമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TP സമീറ, മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NM സുഹറാബി, ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെറീന ഹസീബ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുരങ്ങാടി.